മനുഷ്യന്റെ വയറില് ആമാശയത്തിലേക്ക് ഒരു ഹോളും ഇട്ട് അതിലൂടെ ഡോക്ടർമാര് ഭക്ഷണം നൂല് കെട്ടി ഇറക്കി പരീക്ഷണം നടത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് 1822 അലക്സിസ് സെന്റ് മാർട്ടിൻ എന്ന വ്യക്തിക്കും സംഭവിച്ചത്. അന്ന് വെറും 20 വയസ്സുള്ള അലക്സിസിന് ക്ലോസ് റേഞ്ചില് മസ്കറ്റ് കണ്ടുകൊണ്ട് വൈറലായിട്ട് വെടിയേറ്റു. ഇത് അയാളുടെ വാരിയലിൽ തകർത്ത് വയറ് കീറി ആമാശയത്തിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കി. അലക്സിസിനെ ചികിത്സിച്ച ആർമി സർജനായിരുന്ന ഡോക്ടർ വില്യം ബോമോണ്ട് ഇയാൾ ആദ്യം രക്ഷപ്പെടില്ല എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ എങ്ങനെയോ ഇയാള് സർവൈവ് ചെയ്തു മരണത്തിൽ നിന്ന്. ആ മുറിവ് മുഴുവനായിട്ട് ഉണങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉണങ്ങി. പക്ഷെ പെർമനന്റ് ആയിട്ട് അയാളുടെ സ്കിന്നിലൂടെ വയറിലേക്ക് ആമാശയത്തിലേക്ക് ഒരു ഹോളായി മാറി. അത് ഡോക്ടർ ബൊമ്മോണ്ട് നോക്കിയപ്പോൾ അലക്സിസിന്റെ ദഹന പ്രക്രിയകൾക്കൊന്നും തന്നെ പ്രശ്നങ്ങളില്ല. പക്ഷെ ഹോളിലൂടെ ഭക്ഷണം ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഡോക്ടർ മറ്റൊരു സാധ്യത കണ്ടെത്തി. ഇതൊരു നല്ല ചാൻസ് ആണ്. ഡൈജഷനെ പറ്റി, ദഹനത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം, അതും റിയൽ ടൈമിൽ പഠിക്കാം. ഈ ഒരു അവസരം മനസ്സിലാക്കിയ ഡോക്ടർ ബൊമ്മോണ്ട് 10 വർഷത്തോളം 200ഓളം പരീക്ഷണങ്ങൾ നടത്തി അലക്സിസിന്റെ ശരീരത്തിൽ. ഒരു നൂലിൽ കെട്ടിയിട്ട് ഇറച്ചിയും ബ്രെഡും ഒക്കെ ആമാശയത്തിലേക്ക് എത്തിച്ചു. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ പാലടക്കം ആമാശയത്തിലേക്ക് എത്തിച്ചു. ഇതെല്ലാം ദഹിക്കാൻ എടുക്കുന്ന സമയത്തെ കുറിച്ച് പഠിച്ചു. ഡോക്ടർ ബൊമ്മോണ്ടാണ് അങ്ങനെ നമ്മുടെ ദഹനം മെക്കാനിക്കൽ അല്ല, അത് കെമിക്കലായിട്ടാണ് നടക്കുന്നത്. കൂടാതെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് ഉറപ്പിച്ചത്. കൂടാതെ നമ്മുടെ ആമാശയം തുടർച്ചയായിട്ട് ഗാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദഹനത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. മെഡിക്കൽ സയൻസിൽ അങ്ങനെ വലിയൊരു സംഭാവന നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ അലക്സിസ് സെന്റ് മാർട്ടിൻ 10 വർഷത്തോളം 200ഓളം പരീക്ഷണങ്ങൾ തന്റെ വയറ്റിലൂടെ നൂല് കെട്ടി ഭക്ഷണം ഇറക്കിയിട്ട് ആ വേദന മുഴുവൻ സഹിച്ചത് ഗതികേട് കൊണ്ടാണ്. ഓഫ് കോഴ്സ് തന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർ ബൊമ്മോണ്ടിനോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട്. പക്ഷേ ഡോക്ടർ ബൊമ്മോണ്ടിന്റെ കയ്യിൽ അലക്സിസ് സൈൻ ചെയ്ത ഒരു പേപ്പർ ഉണ്ടായിരുന്നു. സെർവന്റ് ആയിട്ട് നിന്നോളാമെന്നുള്ള ഒരു കോൺട്രാക്ട് അലക്സിസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു ഡോക്ടർ. നമ്മൾ തന്നെ ഇന്നത്തെ കാലത്തും മുഴുവനായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാറില്ല. അന്ന് എഴുത്തും വായനയും അറിയാതിരുന്ന അലക്സിസ് എഴുതി പിടിപ്പിച്ച ടേംസ് ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് അങ്ങനെ അറിയാതെ ഇട്ടുകൊടുത്ത ഉപ്പിന്റെ പേരിൽ അത്രയും കാലം പഠിക്കാനായിട്ട് സ്വന്തം ശരീരം പണയം വെക്കേണ്ടി വന്നു അലക്സിസിന്.